السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം ഇതര മത പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന പ്രധാന ഘടകം അതിൻ്റെ പ്രമാണങ്ങളാണ്. അന്യൂനമായ ഒരു ന്യൂനതയും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത, വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. ആ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് ഇജ്മാഉം ഖിയാസും ഒക്കെ നിലകൊള്ളുന്നത്. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളുടെ ഏറ്റവും മൗലികമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യകരങ്ങളുടെ സ്പർശനമില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായിരുന്നാലും അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, താങ്കൾക്ക് അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കും. ഹിഫ്ളിലൂടെയും എഴുത്തിലൂടെയും ആ പ്രമാണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് അവതരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആയത്ത് അവർ മനഃപ്പാഠമാക്കി അത് എഴുതി വെച്ച് ആ എഴുതി വെക്കുന്നതിന് പുറത്തിലും സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. ഒരു അക്ഷരം പോലും, ഒരു വാചകം പോലും ആ വിശുദ്ധ ഖുർആനിലേക്ക് കടത്തിക്കൂട്ടാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. സൂറത്ത് ത്വാഹയിലെ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ത്വാഹയിലെ ആയത്ത്, വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ. നമ്മൾ പലവരും ഓതിയ ആയത്തായിരിക്കും ഇത്. വിശുദ്ധ ഖുർആൻ എപ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഏറ്റവും ലളിതമായി മനസ്സിലാക്കുവാനുള്ള ഒരു ചെറിയ ആയത്താണിത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാം, ആ ആയത്തിൽ 2 പ്രാവശ്യം സാഹിർ എന്ന പദം വന്നിട്ടുണ്ട്. ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ 2 സാഹിറും എഴുതിയതിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ സാഹിർ സീനും ഹാവും കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അലിഫ് ഇല്ലാതെയാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ സാഹിർ, അതേ ആയത്തിൽ വന്ന സാഹിർ എഴുതി അലിഫിട്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഒരേ ആയത്തിൽ ഒരു പദം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് അലിഫിട്ടുകൊണ്ടും ഒന്ന് അലിഫിടാതെയും എഴുതിയിട്ടുള്ളത്? ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയും. ആ വിശുദ്ധ ഖുർആനിലേക്ക് ഒരു മനുഷ്യന് പോലും ഒരു അക്ഷരം പോലും കടത്തിക്കൂട്ടാൻ സാധ്യമല്ല. അതിനാര് പരിശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ആയത്താണിത്. ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യം സാഹിർ എഴുതിയപ്പോൾ അലിഫ് ഇടാതെ എഴുതിയിട്ടുള്ളത്?
മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന എഴുത്താണിത്. റസ്മു ഉസ്മാനിയുടെ പ്രത്യേകത, ആ റസ്മു ഉസ്മാനിൽ തന്നെ വിശുദ്ധ ഖുർആൻ എഴുതണമെന്ന് പണ്ഡിതന്മാർ നിർബന്ധം പിടിച്ചതിന്റെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ 7 ഹർഫുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ 7 വിധത്തിൽ പാരായണം ചെയ്യപ്പെടാവുന്ന ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ ഇന്നമാ സനഉ കൈദു സാഹിരിൻ എന്നതെടുത്ത് ഇന്നമാ സനഉ കൈദു സിഹിരിൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും ഓതാൻ കഴിയണമെങ്കിൽ അവിടെ സീനിന് ശേഷം അലിഫിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ സനഉ കൈദു സിഹിരിൻ എന്ന് ഓതിയിട്ടുണ്ട്, ഇന്നമാ സനഉ കൈദു സാഹിരിൻ എന്നും ഓതിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തത് വലാ യുഫ്ലിഹു സാഹിറു എന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറിന് പകരം സിഹിർ എന്ന് ഓതിയിട്ടില്ല, വലാ യുഫ്ലിഹു സാഹിറു എന്ന് മാത്രമേ ഓതിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 14 നൂറ്റാണ്ട് കാലം കഴിഞ്ഞിട്ടും ആ ഒന്നാമത്തെ സാഹിറിന്റെ അലിഫ് നീട്ടിയിടാൻ ഒരു മനുഷ്യനും കഴിയാത്തതെന്തുകൊണ്ട്? അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതിലേക്കാൾ ഒരു അലിഫ് പോലും ആ വിശുദ്ധ ഖുർആനിലേക്ക് ചേർക്കാൻ സാധ്യമല്ല. നമുക്കെല്ലാം പരിചയമുള്ളതാണല്ലോ സൂറത്ത് ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ. നമുക്കെല്ലാവർക്കും അറിയാം മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് മീമും ലാമും കൂട്ടിയിട്ടാണ് പിന്നെ മുസ്ഹഫിൽ എഴുതാറുള്ളത്, മാലിക് എന്ന അലിഫിട്ട് കൊണ്ടല്ല. എന്തുകൊണ്ടാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലിക് യൗമിദ്ദീൻ എന്നും മാലിക് യൗമിദ്ദീൻ എന്നും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പാരായണം ചെയ്ത് 2 രീതിയിലും പാരായണം ചെയ്യണമെങ്കിൽ അവിടെ അലിഫ് ഇടാതെ എഴുതണം. ലോകത്തൊരു മുസ്ലിമിനും അവിടെ അലിഫിടാൻ തോന്നാത്തത് എന്തുകൊണ്ട്, അത് അങ്ങനെ ഇടാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ഇത് കൃത്യമായി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം ആരുടെ മുമ്പിലും പറയാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് തന്നെയാണ് പ്രവാചകന്റെ ഹദീസുകളുടെയും അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. ചില ആളുകൾ ഹദീസിന്റെ ആധികാരികതകളെ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഹദീസുകൾ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതാണ് എന്ന് പല ആളുകളും വെറുതെ വിമർശനം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ലോകത്ത് വിശുദ്ധ ഖുർആൻ പോലെ തന്നെ മഹാത്ഭുതമാണ് സഹോദരന്മാരെ. പ്രവാചകന്റെ ഹദീസുകളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത ചില വിവരദോഷികളാണ് പ്രവാചകന്റെ ഹദീസുകളെ വിമർശിക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് പ്രവാചകന്റെ ഹദീസുകൾ ആധികാരികമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ വിശദീകരിക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ വളരെ കണിശമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടതാണ്. ലോകത്ത് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട അത്രയും കണിശമായ മാനദണ്ഡങ്ങൾ ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടതുപോലെയുള്ള ആ ഒരു ഹദീസ് സ്വീകരിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ ലോകത്ത് ഹദീസുകളെ പോലെ ഉണ്ടായിട്ടില്ല. ഇത് ഒന്നാമത്തെ ഉത്തരമാണ്. എന്തുകൊണ്ട് നമ്മൾ ഹദീസുകൾ സ്വീകരിക്കുന്നു? രണ്ടാമതായി, ഹദീസുകൾ തുടക്കം മുതൽക്കു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ഹദീസുകളും നമുക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും ദീനിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ ഒരൊറ്റ ഹദീസ് പോലും നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും ഒരു മുസ്ലിം അവന്റെ ഖിയാമത്ത് നാൾ വരെ ദീനായിക്കൊണ്ട് കൊണ്ടു നടക്കേണ്ടതുമായ ഒരൊറ്റ ഹദീസ് പോലും നമുക്ക് നഷ്ടമാകാതെ അതെല്ലാം എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമത്തെ കാര്യം, ഹദീസ് സ്വീകരണത്തിന്റെ മാനദണ്ഡങ്ങൾ. ആ ഹദീസ് സ്വീകരിക്കാൻ പണ്ഡിതന്മാർ വെച്ച മാനദണ്ഡങ്ങൾ അതിലേതെങ്കിലും ഒന്ന് അപര്യാപ്തമാണ്, അത് പോരാ, അതിന് ന്യൂനതയുണ്ടെന്ന് ഇതുവരെ ആർക്കും കൃത്യമായി കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഹദീസുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള
മുഴുവൻ പ്രവാചകനിൽ നിന്ന് കേട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും ന്യൂനതയില്ലാത്ത പരമ്പരയിലൂടെ എത്തുന്നതാണ് പ്രവാചകന്റെ ഹദീസുകൾ. ഇത് മഹാത്ഭുതമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഞങ്ങൾ മൂസാ നബിയുടെ മോശെ പ്രവാചകന്റെ ആളുകളാണെന്ന് പറഞ്ഞ ജൂതന്മാർ ഇവിടെയുണ്ട്. ഞങ്ങൾ ജീസസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുണ്ട്. ലോകത്തൊരു ക്രിസ്ത്യാനിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകം, ഈസാ നബിയുടെ ഒരു ഹദീസ് ഈസാ നബിയിലേക്ക് സനദ് സഹിതം പറയാൻ നിങ്ങൾക്ക് സാധ്യമാണെന്ന് ചോദിച്ചാൽ അവർക്ക് സാധ്യമല്ല. മൂസാ നബിയുടെ ജനതയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു ഹദീസ് മൂസാ നബിയിലേക്ക് സനദ് സഹിതം പറയാൻ നിങ്ങൾക്ക് സാധ്യമാണെന്ന് ചോദിച്ചാൽ സാധ്യമല്ല, സനദില്ല. അതേ സമയത്ത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള എത്ര ലക്ഷക്കണക്കിന് ഹദീസുകൾ ഒരു പരമ്പര മുറിയാതെ കൃത്യമായ ഒരു ന്യൂനത പോലും ഇല്ലാത്ത സനദുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾക്കുണ്ട്. ഇത് ഹദീസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരെങ്കിലും വല്ല വ്യാജ ഹദീസുകളും കെട്ടിയുണ്ടാക്കിയാൽ അത് വ്യാജ ഹദീസാണെന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇവിടെ നിലവിലുണ്ട്. നമുക്കറിയാമല്ലോ, കുറച്ചു മുമ്പ് പ്രവാചകന്റെ പേരിൽ ഹദീസ് വേണ്ട, പ്രവാചകന്റെ പേരിൽ ഒരു കള്ളമുടി ഇവിടെ ചില ആളുകൾ കൊണ്ടുവന്നു, റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് തന്നെ അത് റസൂലുള്ളാഹിന്റെ മുടിയല്ലെന്ന് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായി. അത് ചില കുതിരയുടെയോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഒരു ജീവിയുടെ മുടിയാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു മുടിക്കഷ്ണം പോലും ലോകത്ത് കൊണ്ടുവരാൻ സാധ്യമല്ലാത്തവരും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ദീൻ. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരെങ്കിലും കളവ് പറയാൻ ഉദ്ദേശിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സഹറിന്റെ അത്താഴത്തിന്റെ സമയത്തെങ്ങാനും ഒരാൾ അവൻ മനസ്സിൽ വിചാരിക്കാൻ ഇന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ കളവ് പറയണമെന്ന് വിചാരിച്ചാൽ പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് കദ്ദാബ്, അവൻ കള്ളനാണെന്ന് വിളിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ സംരക്ഷിക്കപ്പെടാൻ ആ രീതിയിൽ അള്ളാഹു ഇവിടെ മാർഗങ്ങളും അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, പ്രവാചകന്റെ ഹദീസുകളിൽ കുറ്റമറ്റ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഒരു ന്യൂനതയുമില്ലെന്ന് നിരവധി ഗവേഷണ പഠനങ്ങളിലൂടെ പരീക്ഷണങ്ങൾ തെളിഞ്ഞ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകൾ അത് പ്രവാചകൻ പറഞ്ഞതാണോ എന്ന് ഒരു നിലക്കും നമുക്ക് സംശയിക്കേണ്ട വകയില്ല സഹോദരന്മാരെ. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം, വിശ്വസ്തരും മഹാബുദ്ധിജീവികളുമാണ് ഹദീസുകൾ ക്രോഡീകരിച്ചത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങേറ്റം വിശ്വസ്തരും മഹാബുദ്ധിജീവികളുമാണ് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും. നമ്മുടെ ചില ആളുകൾ മനസ്സിലാക്കിയത് ഇന്നുള്ള ചില ആളുകൾക്കുള്ള ബുദ്ധിയൊന്നും ഹദീസുകൾ ക്രോഡീകരിച്ച ആളുകളുടെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കില്ല. അവരൊക്കെ കുറച്ച് ബുദ്ധി കുറഞ്ഞ ആളുകളും നമ്മളൊക്കെ മഹാബുദ്ധിമാന്മാരും. ആ വാദം മൗഢ്യമാണ്. നമ്മളെക്കാൾ ബുദ്ധിയും ഈമാനും ശക്തിയും തന്റെ ഇടവും അതുപോലെ തന്നെ ദീനുമുള്ള ആളുകളാണ് പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അപാരമായ ഓർമ്മശക്തിയും വ്യാജ ഹദീസുകളെ തിരിച്ചറിയാനുള്ള അപാരമായ കഴിവുമുള്ളവരാണ് മുഹദ്ദിസുകൾ. അവർ ക്രോഡീകരിച്ച ഹദീസുകൾ, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കേട്ടാൽ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ ഹദീസ് ദുർബലമാണോ, അത് റസൂലുള്ളാഹി പറഞ്ഞതാണോ എന്ന് ഒരു നാണയം പിടിച്ചാൽ, ഒരു കള്ളനോട്ട് പിടിച്ചാൽ, ഒരു ബാങ്കിലെ നോട്ടിരുന്ന ആളുകൾക്ക് എപ്രകാരം തിരിച്ചറിയാൻ കഴിയുമോ, അതിനേക്കാൾ കൂടുതലായി ഒരു ഹദീസ് കേട്ടത് റസൂലുള്ളാഹിന്റെ ഹദീസാണോ അതല്ല വ്യാജ ഹദീസാണോ തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹദ്ദിസുകൾ, പ്രവാചകന്റെ ഹദീസുകൾ ക്രോഡീകരിച്ച മുഹദ്ദിസുകൾ. ഇതൊക്കെ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതേപോലെ തന്നെ 10,000-കണക്കിന് മനുഷ്യന്മാർ, ആ 10,000-കണക്കിന് റിപ്പോർട്ടർമാരുടെ സമ്പൂർണ്ണ ജീവചരിത്രം, അവരെവിടേക്ക് യാത്ര ചെയ്തു, അവരെവിടെ ജനിച്ചു, ആരൊക്കെ അവർ കണ്ടു, ആരിൽ നിന്നെല്ലാം ദീൻ പഠിച്ചു, അവർ വിശ്വസ്തരാണോ, അവരുടെ അഖീദ എന്താണ്, അവരുടെ മൻഹജ് എന്താണ്, അവരുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗിൽ വളരെ സൂക്ഷ്മമായ പദവ്യത്യാസങ്ങൾ വരെ ആ മുഹദ്ദിസുകൾ കൃത്യമായി കൊണ്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹദീസിന്റെ പ്രത്യേകതയാണ്. ഒരു ജനതയുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആ ജനതയുടെ
ആത്മീയവും ഭൗതികവുമായ വളർച്ചയുടെ ചരിത്രം കൂടിയാണ് ഹദീസുകൾ. ഇങ്ങനെ ഒരു ചരിത്രം അഥവാ പ്രവാചകന്റെ കൂടെ ജീവിച്ച സമൂഹത്തിന്റെ കൃത്യമായ നഖചിത്രം ഒപ്പിയെടുക്കുന്നതാണ് പ്രവാചകന്റെ ഹദീസുകൾ. ഇങ്ങനെ ഒരു ചരിത്രം ലോകത്ത് വേറെ എവിടെയില്ല. ഒരു സഹാബി എന്തൊക്കെ ചെയ്തു, ആ സഹാബിയുടെ യാത്രകൾ, പ്രവാചകന്റെ യാത്രകൾ, ആ പ്രവാചകൻ യാത്ര പോയ വഴികൾ, പ്രവാചകൻ എവിടെ വിശ്രമിച്ചു, പ്രവാചകൻ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, എവിടെ ഉറങ്ങി, എങ്ങോട്ട് തിരിഞ്ഞു, എവിടേക്ക് പോയി, എല്ലാം ഹദീസുകൾ കൃത്യമാണ്. ലോകത്തൊരു മനുഷ്യന്റെ ചരിത്രം ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ ഹദീസുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധിക്കുന്നവർ ചരിത്രത്തെ കൂടി നിഷേധിക്കുകയാണ്. ഒരു ജനതയുടെ ചരിത്രത്തെയാണ് ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ 14 നൂറ്റാണ്ടുകൾ കാലം കഴിഞ്ഞു ഹദീസുകൾക്ക്. പക്ഷെ ആ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യന്മാരുടെ അറിവുകൾ ഒരുപാട് പുരോഗമിച്ചു, ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു. ഒരു ശാസ്ത്രത്തിന് പോലും പ്രവാചകന്റെ ഹദീസുകൾ എതിരായിട്ടില്ല. നമുക്കറിയാമല്ലോ, ഇവിടെ കൊറോണ വന്നപ്പോ പല ആളുകളും ക്വാറന്റൈൻ, അതുപോലെ തന്നെ സാമൂഹിക അകലം, അതൊക്കെ പാലിക്കണം, ക്വാറന്റൈനിൽ ഇരിക്കണം. ഇതൊക്കെ എവിടെയുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. ഒരു രോഗമുള്ള ഒട്ടകത്തെ രോഗമില്ലാത്ത ഒട്ടകത്തിന്റെ കൂടെ കടത്തരുത്. ഒരു രോഗമുള്ള പകർച്ചവ്യാധിയുള്ള സ്ഥലത്ത് നിന്ന് പകർച്ചവ്യാധി ഇല്ലാത്ത സ്ഥലത്തേക്ക് യാത്ര പോകരുത്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസുള്ള അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമാണ് ലോകത്ത് കൊറോണ വന്നപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പ്രവാചകന്റെ ഹദീസുകൾ ദൈവികമാണ് എന്നുള്ള കൃത്യമായ തെളിവുകളാണിത്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ വളരെ കൃത്യമായ, വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള അന്യൂനമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി കൊണ്ടുള്ള ബന്ധപ്പെട്ട് എത്രയോ വിജ്ഞാന ശാഖകളുണ്ട്. എത്രയോ വിജ്ഞാന ശാഖകൾ. റിപ്പോർട്ടർമാരെ കുറിച്ച് മാത്രം 21ലധികം മാരിഫത്തുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ആ റാവിയ റിപ്പോർട്ടറെ കുറിച്ച് 21 കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ്. ആ 21 കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു റിപ്പോർട്ടർ, ഹദീസിന്റെ ഒരു റിപ്പോർട്ടർ അത് സഹീഹാണോ ദഈഫാണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 123 വർഷക്കാലത്തിനിടക്ക് 70ഓളം മഹാപണ്ഡിതന്മാർ മുഴുവനും അവരുടെ ജീവിതം മുഴുക്കയും ഈ ഹദീസുകൾക്ക് വേണ്ടി ബലി കഴിച്ചുകൊണ്ടാണ് ഈ ഹദീസുകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവ ഈ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും അതിന്റെ സംരക്ഷണത്തിലോ അതിന്റെ പ്രാമാണികതയിലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരിക്കലും സംശയമുണ്ടാകാൻ പാടില്ല. ഇനി ഈ ഹദീസും ഈ പ്രവാചകന്റെ ഖുർആനും എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇന്ന് ചില ആളുകൾ, ലോകം നിയന്ത്രിക്കുന്നവർ അള്ളാഹുവിന്റെ ചില ഔലിയാക്കന്മാരാണ്. നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ ആ നോമ്പ് നോറ്റവരെ മുറിപ്പിച്ച് താടി വെടിച്ച് അതുപോലെ തന്നെ മൂത്രമൊഴിച്ചാൽ പോലും വൃത്തിയാക്കാത്ത ചില മനുഷ്യന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആയത്തോതുന്നു. ഫൽ മുദബ്ബിറാത്തി അംറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്താൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു, പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്നു. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ വന്നിട്ടില്ലാത്ത അർത്ഥകൽപ്പനകൾ ആ പ്രവാചകന്റെ ഹദീസുകൾക്കും വിശുദ്ധ ഖുർആൻ അവർ നൽകുന്നു. എന്തുകൊണ്ട് ഇതുണ്ടായി? ഖുർആൻ കൈവിട്ടത് കൊണ്ടല്ല, നേരെ മറിച്ച് ആ വിശുദ്ധ ഖുർആനിലെയും പ്രവാചകന്റെ ഹദീസുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അപകടമാണ്. ഞങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നു, ഹദീസ് സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഖുർആനും സഹാബത്തും, ആ ഖുർആനും ഹദീസും റസൂലുള്ളാഹിന്റെ സഹാബത്ത് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. ഇവിടെ കൃത്യമായി സലഫി മനഹജിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പലപ്പോഴും കത്തെഴുതിയിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ കത്തെഴുതി ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ഖദരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിട്ടുണ്ട്. ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഒന്നും കണക്കാക്കിയിട്ടില്ല, അപ്പപ്പോ ഉണ്ടാകാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ സമ്മേളനം നടക്കുന്ന വിവരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞത് ഇവിടെ സമ്മേളനം നടന്നപ്പോഴാണ്. ഇതാണ് ഖദരിയാക്കളെ വാദം. ഈ വാദത്തിന് അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു ചില ആളുകൾ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ആളുകളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊരു അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സുദീർഘമായ ഒരു അസറാണ്.
അതിൽ അദ്ദേഹം പറയുന്നു ഫഅലൈക ബിലുസൂമി സുന്ന ഫഇന്നഹാ ലക ബിഇദ്നില്ലാഹി അസ്മ. നീ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കണം, അത് നിനക്ക് സംരക്ഷണമാണ്. ഉമ്മഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലം യബ്തദിഅ അന്നാസു ബിദ്അത്തൻ ഇല്ലാ ഖദ മദാ ഖബ്ലഹാ മാ ഹുവ ദലീലുൻ അലൈഹാ. ലോകത്ത് ഏതൊരു ബിദ്അത്ത് വന്നിട്ടുണ്ടെങ്കിലും ആ ബിദ്അത്തിന്റെ മുമ്പ് അത് ബിദ്അത്താണ് എന്നതിന് ദലീൽ ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവുകയില്ല. فإن السنة إنما سنها من قد علم ما في خلافها من الخطأ والزلل والحمق والتعمق. അതുപോലെ തന്നെ ഈ പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകളുടെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യന്റെ ഖതഇൽ നിന്നും അഥവാ തെറ്റിൽ നിന്നും പിന്നെ ഹമാഖത്തിൽ നിന്നും വിഡ്ഢിത്തത്തിൽ നിന്നുമെല്ലാം മോചിതനായ പടച്ചറബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉണ്ടാക്കി. അതുകൊണ്ട് ഫർള ലിനഫ്സിക മാ റദിയൽ ഖൗമു ലിഅൻഫുസിഹിം. റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഏതൊരു കാര്യം തൃപ്തിപ്പെട്ടോ ആ കാര്യം നീയും തൃപ്തിപ്പെടണം. ഫഇന്നഹും അലാ ഇൽമിൻ വഖഫു. അവർ നല്ല ഇൽമുള്ള ആളുകളായിരുന്നു, അതുകൊണ്ട് അവർ നിന്നിടത്ത് നീയും നിൽക്കണം. മാത്രമല്ല അബിസബരിൻ നാഫിദിൻ കഫു. അവർ നിന്നിടത്ത് നീ നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലയിൻ ഖുൽതും ലിമ അൻസലല്ലാഹു ആയത കദാ. അപ്പൊ നീ ചോദിക്കും, ഇന്ന ആയത്തുണ്ടല്ലോ ഖദരിയാക്കൾക്ക് ദലീലായിട്ട്, ഖദരിയത്ത് ഓതുന്ന ആയത്തുകളുണ്ടല്ലോ, ആ ആയത്ത് എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെല്ലാ പിഴച്ച കക്ഷികളും ആയത്ത് ഓതാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട്, റസൂലുള്ളാഹിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ട് എന്ന് പറയാനും ആയത്ത് ഓതാറുണ്ട്. അപ്പൊ ഖദരിയത്തിനും ആയത്ത് ഓതുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം നമ്മൾ ശരിക്കും കേൾക്കണം. അദ്ദേഹം പറയുന്നു ലഖദ് ഖറഉ മിൻഹുമാ ഖറഅതും. അഥവാ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നിങ്ങൾ ഓതിയ ആയത്ത് ഓതിയിട്ടുണ്ട്. മാത്രമല്ല വഅലിമു മിൻ തഅവീലിഹി മാ ജഹിൽതും. നിങ്ങൾക്കറിയാത്ത പല തഫ്സീറുകളും അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖാലു ബഅദ ദാലിക കുല്ലിഹി ബികിതാബിൻ വഖദരി. എന്നിട്ടും നിങ്ങൾ ഓതിയ ആയത്തും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും പ്രവാചകന്റെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓതിയ ആയത്ത് തന്നെയാണ് അവർ ഓതുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും റസൂലുള്ളാഹിന്റെ സഹാബത്ത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്രവാചകന്റെ സഹാബത്ത് ഖദറിനെ അംഗീകരിച്ചവരായിരുന്നു, അതിൽ നിഷേധിച്ചവരല്ല. എന്തു മനസ്സിലായി സഹോദരന്മാരെ? ഒരായത്ത് ഒരാൾ ഓതുന്നത് കൊണ്ട് തെളിവാവുകയില്ല. നേരെ മറിച്ച് ആ ആയത്ത് പ്രവാചകന്റെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പല പഴച്ച വിശ്വാസങ്ങളുമുണ്ട്, പല തെറ്റായ വിശ്വാസങ്ങളുമുണ്ട്. പല ഹദീസുകളെയും തള്ളാൻ വേണ്ടി വരെ ചില ആളുകൾ ആയത്തോതിക്കൊണ്ടിരിക്കുന്നു. സിഹിർ നിഷേധിക്കാൻ ആയത്തോതുന്നു, കണ്ണീർ നിഷേധിക്കാൻ ആയത്തോതുന്നു. അതുപോലെ തന്നെ ജിന്നുബാധയുമായി കൊണ്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ആയത്തോതുന്നു. ഇന്ന ഹദീസുകൾ ഇന്ന ആയത്തിന് എതിരാണെന്ന് പറയുന്നു. ഇവിടെയൊക്കെ നമുക്കുള്ള മറുപടി എന്താണ്? നിങ്ങൾ ഓതിയ ആയത്ത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഓതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ട ഹദീസ് പ്രവാചകന്റെ സഹാബത്ത് കണ്ടിട്ടുണ്ട്. അവർ നിങ്ങൾ മനസ്സിലാക്കിയതല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകന്റെ സഹാബത്തിന്റെ മനസ്സിലാക്കലിൽ അബദ്ധമില്ല, നിങ്ങളുടെ മനസ്സിലാക്കലിലാണ് അബദ്ധമുള്ളത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരിക്കലും ഒരു പ്രവാചകന്റെ ഹദീസ് സ്വീകരിക്കാതിരുന്നിട്ടില്ല. അത് തന്റെ ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ചില ആളുകൾ പ്രവാചകന്റെ ഹദീസ് കേട്ടാൽ അത് ലബോറട്ടറിയിൽ പരിശോധിക്കണമെന്ന് വരെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ പറഞ്ഞു അജ്വാക്കാർക്ക് മഹത്വമുണ്ട്, സംസമിന് പുണ്യമുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ അതൊക്കെ ലബോറട്ടറിയിൽ തെളിയിക്കണമെന്നാണ് ഇപ്പോൾ ചില ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മുസ്ലിമിന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാദാണ്. ഈ സലഫി മൻഹജ് വിട്ടുകഴിഞ്ഞാൽ അഥവാ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് എത്തുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ പോയി അവസാനം ഷിയാക്കളുടെ ഉദ്ധരണികൾ വരെ തെളിവാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചില സഹോദരന്മാർ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിദാരുണമായ ഒരു അവസ്ഥയാണ് സഹോദരന്മാരെ. നമുക്കറിയാമല്ലോ, കേരളത്തിൽ മാസപ്പിറയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ ഇവിടെ ഉണ്ടാവുകയുണ്ടായി. ആ മാസപ്പിരയുടെ വിഷയത്തിൽ ചില ആളുകൾ പറഞ്ഞു, ലോകത്ത് എവിടെ മാസം കണ്ടാലും മതി, കേരളത്തിൽ അത് സ്വീകരിക്കാം, കേരളത്തിൽ തന്നെ കാണണം എന്നില്ല.
വേറെ ചില ആളുകൾ പറഞ്ഞു മാസം തന്നെ കാണണമെന്നില്ല, കണക്ക് കൂട്ടിയാൽ മതി, മനസ്സുകൊണ്ട് കണ്ടാൽ മതി. വേറെ ചില ആളുകൾ പറഞ്ഞു 9 മാസം നിങ്ങൾ കലണ്ടർക്ക് നോക്കുക, 3 മാസം നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക. ഇതെല്ലാം പിഴച്ച വാദങ്ങളാണ്. പക്ഷേ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ വിഷയത്തിൽ സ്വീകരിച്ച സലഫി മനഹജ് വിട്ടപ്പോ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ 2023 ജൂൺ മാസത്തിൽ 18-ാമത്തെ തീയതിയിൽ പുറത്തിറങ്ങിയ ശവാബിൽ ഇതാ ഈ വിഷയത്തിൽ ഒരു വികലവാദത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വരെ തെളിവുദ്ധരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ടു എന്ന് പറയുന്ന ചില ആളുകൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവര് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഖുറൈബ റളിയല്ലാഹുവിന്റെ ഹദീസ്. ആ ഖുറൈബ റളിയല്ലാഹു ഷാമിൽ മുആവിയ റളിയല്ലാഹു മാസം കണ്ടു. ആ മാസം കണ്ടത് മദീനയിലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സ്വീകരിച്ചില്ല. അപ്പൊ സ്വീകരിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് ഈ ശബാബിൽ വന്ന ലേഖനത്തിൽ പറയുകയാണ്, എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുആവിയ റളിയല്ലാഹുവിന്റെ മാസം സ്വീകരിക്കാതിരുന്നത്? അദ്ദേഹം അഥവാ യഥാർത്ഥത്തിൽ ഇമാമിനെതിരെ വിപ്ലവം നടത്തി അള്ളാഹുനും റസൂലിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. അഥവാ മുആവിയ റളിയല്ലാഹു അള്ളാഹുനും അവന്റെ പ്രവാചകനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വ്യക്തിയായതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹുവിന്റെ മാസപ്പിറവി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മദീനയിൽ സ്വീകരിക്കാതിരുന്നത്. ഇതാരാ പറഞ്ഞതറിയോ? ഇത് എവിടുന്ന് എടുത്തുകൊടുത്ത ശബാബ് വാരികയുള്ള വാചകമാണ്. ഈ വാചകം എടുത്തു കൊടുത്തിരിക്കുന്നത് പിന്നെ തൗജീഹുൽ അൻവാർ എന്ന് പറയുന്ന അബുൽ ഫൈൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ സിദ്ദീഖുൽ ഖുമാരി എന്ന് പറയുന്ന തനിച്ച ഷിയാ നേതാവിന്റെ കിതാബിൽ നിന്ന് എടുത്തിട്ട് ശബാബ് വാരികയിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ശബാബ് വാരികയിൽ കൊടുത്തു മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ കൊടുത്ത വാചകത്തിന്റെ തൊട്ടുശേഷമുള്ള വാചകം എന്താണെന്നറിയോ? അത് ശബാബിൽ കൊടുത്തിട്ടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു നരകത്തിലാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന വരിക്ക് തൊട്ടുമുകളിലുള്ള വരിയാണ് ശബാബ് വാരികയിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സലഫി മനഹജ് വിട്ടാൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നിടത്തുനിന്ന് സഹാബത്തിന്റെ ഫഹ്മ് മനസ്സിലാക്കി റസൂലുള്ളാഹിന്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതിരുന്നാൽ ഇതുപോലെയും ഇതിനേക്കാൾ അപകടകരമായ പല വാദങ്ങളിലേക്കും ചെന്നു ചാടും. എന്താണ് ഷിയാക്കൾ പറയുന്നതെന്നും എന്താണ് റാഫിദിയാക്കൾ പറയുന്നതെന്നോ എന്നും ഒരുത്തും പിടിയും കിട്ടാതെ പ്രവാചകന്റെ സഹാബത്തിനെ പോലും കളിയാക്കുന്ന കൊച്ചാക്കുന്ന അവസ്ഥയിലേക്ക് പോകും. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ സ്വീകരിച്ചെങ്കിലല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിജയം കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങൾ നോക്കി, ഇന്ന് അങ്ങാടിയിലൂടെ നടന്നാൽ ഇന്ന് പിന്നെ മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും അവസ്ഥ എന്താണെന്ന് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ റോഡിലൂടെ നടന്നു നോക്കിയാൽ കാണാൻ കഴിയും. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ അത് പ്രമാണമാണ്, പ്രവാചകന്റെ ഹദീസുകൾ പ്രമാണമാണ് എന്ന് വാദിച്ചത് കൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാവില്ല. അത് ആ പ്രമാണം സ്വീകരിച്ചവരാവില്ല. ആ പ്രമാണത്തെ അലമാരയിൽ വെച്ച് പൂട്ടിയത് കൊണ്ടും കാര്യമില്ല. ആ പ്രമാണത്തെ അമലാക്കണം. അത് അമലാക്കാത്തിടത്തോളം കാലം എന്താണോ ഇസ്ലാമിക രാജ്യമായിരുന്നു സ്പെയിനിൽ സംഭവിച്ചത് അത് തന്നെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കും, യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന് നവോത്ഥാന നായകന്മാരെ കൈമാറിയിരുന്ന നവോത്ഥാന നായകന്മാർ ജീവിച്ച് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത രാജ്യമായിരുന്നു സ്പെയിൻ. ആ സ്പെയിനിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ആ സ്പെയിനെ കുറിച്ച് പഠിക്കണം. ഇന്നത്തെ മുസ്ലിം സമുദായം അന്യ സമുദായത്തിന്റെ ആഘോഷങ്ങൾ വാരി പുണരാൻ വേണ്ടി വെമ്പൽക്കൊള്ളുന്ന മുസ്ലിം സമുദായം ഈ വിശുദ്ധ ഖുർആൻ പ്രമാണമാണെന്നും പ്രവാചകന്റെ ഹദീസുകൾ പ്രമാണമാണെന്നും ഊർജത്തോടെ വാദിക്കുന്നുണ്ടെങ്കിലും അത് അമലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഈ ജനത, അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകൾ നൽകപ്പെട്ട ജനതകൾ, അവർ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ബർക്കത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും അവർക്ക്. വലാകിൻ കദ്ദബൂ, പക്ഷെ അവർ കളവാക്കാൻ തുനിഞ്ഞെങ്കിൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. സഹോദരന്മാരെ, അതുകൊണ്ട് ഖുർആനും സുന്നത്തും പ്രമാണമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് അലമാരയിൽ വെച്ച് പൂട്ടിയാൽ പോരാ,
ആ പ്രമാണത്തെ അമലാക്കാത്തിടത്തോളം കാലം ഈ ഉമ്മത്തിന് ഒരിക്കലും ഇസ്സത്ത് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം. ആ പ്രമാണങ്ങളെ പ്രവാചകന്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതിരുന്നാൽ വലിയ അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചാടുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാർ, ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാൻ നമുക്കറിയാം, നമ്മുടെ വിസ്ഡം ബുക്സ് ഒരുപാട് പുസ്തകങ്ങൾ, 100-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൗണ്ടർ ഇവിടെ ഉണ്ട്. ഈ സമ്മേളനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടും. ഒരുപാട് ചരിത്രപരമായും അഖീദപരമായും നമ്മുടെ മനഹജിപരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആ കാര്യം കൂടി ഇവിടെ സമ്മേളനത്തിലെത്തിയ ആളുകൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.